വടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി, നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് തിരഞ്ഞെടുപ്പ് ബിഗ് പിക്ചർ, അതായത് തിരഞ്ഞെടുപ്പ് വലിയ ചിത്രം എന്നാണ് ഞങ്ങളുടെ ഈ സീരീസിൻ്റെ പേര്. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഡീലുകളെ കുറിച്ച്. രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് പറയുന്നു CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ടെന്ന്. അതേപോലെ തന്നെ CPM തിരിച്ചു പറയുന്നു, BJP-യും പറയുന്നു. സർ, എന്താണ് ഈ ഡീൽ സീൽ എന്ന് പറയുന്ന ആ ഒരു പുതിയ പ്രതിഭാസം വരാനുള്ള കാരണം എന്താണ്? അത് അങ്ങനെ ഒന്ന് CPM-ന് BJP-യുമായിട്ട് ചേരാൻ പറ്റുമോ? കോൺഗ്രസിന് BJP-യുമായിട്ട് ചേരാൻ പറ്റുമോ? എങ്ങനെയാണ് ഇത് നമ്മൾ ഒരു രാഷ്ട്രീയ ലോജിക്കിൽ എങ്ങനെയാണ് കാണേണ്ടത് സർ? ചെറിയാൻ, ഇത് ഈ ഡീൽ എന്നുള്ളത് ഈ 2026 തിരഞ്ഞെടുപ്പിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട ഒരു കാര്യമല്ല. ഇവിടെ ഇത്തവണ അത് വളരെ പ്രമുഖമായി ചർച്ച ചെയ്യപ്പെടുന്നതിന് സവിശേഷ കാരണങ്ങളുണ്ട്. എന്നാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ 57 മുതൽ നിരവധി ഘട്ടങ്ങളിൽ മുഖ്യ ശത്രുവിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി പരസ്പരം പൊരുതുന്ന കക്ഷികൾ താൽക്കാലികമായ ഒരു നീക്കുപോക്കിന് പോകുക എന്ന അത് വളരെ അപൂർവ ആണെങ്കിൽ പോലും അത് കേരളത്തിൽ ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും ആദ്യം ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് സഖാവ് EMS-നെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അന്നത്തെ ജനസംഘം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പട്ടാമ്പി മത്സരത്തിൽ നിന്ന് പിന്മാറി കൊടുത്തത് മുതൽ ഞാൻ തന്നെ കോഴിക്കോടുള്ളപ്പോൾ നടന്ന ബേപ്പൂർ പിന്നെ കോലീബി സഖ്യം എന്ന് ഇന്ന് കുപ്രസിദ്ധമായ ഒരു നീക്കുപോക്ക്, അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ടുള്ള അനൗദ്യോഗികമായിട്ടുള്ള ഒരു സഖ്യം, അത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അന്ന് ഈ പറയുന്ന BJP അല്ലെങ്കിൽ ജനസംഘം ഇന്നത്തെ പോലെ ഒരു പ്രമുഖ രാഷ്ട്രീയ ആക്ടർ ആയിരുന്നില്ല കേരളത്തിൽ. അത് ഇപ്പൊ വടകര പോലെ വളരെ അല്ലെങ്കിൽ ബേപ്പൂർ പോലെ അവർക്ക് ജനസംഘത്തിനോ അല്ലെങ്കിൽ BJP-ക്കോ ഉണ്ടായിരുന്ന വലിയ കാര്യമല്ലാത്ത ചെറിയ ഒരു വോട്ട് CPM വിരുദ്ധ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കക്ഷികൾക്ക് കൊടുക്കുക എന്നുള്ള നിലയിലേക്ക് മാത്രമായിരുന്നു അത് നിന്നിരുന്നത്. അത് ഒരു മണ്ഡലത്തിൽ മാത്രം വളരെ ചെറിയ ഒരു ശക്തികളുടെ കൂട്ടിച്ചേർക്കൽ, ഇതൊക്കെയാണ് നടന്നിരുന്നത്. പക്ഷെ ഇന്ന് 2026 ഇത് വ്യാപകമായ തോതിൽ ആരോപിക്കപ്പെടുന്നു. അത് പരസ്യമായി പറയുന്നില്ല. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, കോലീബി സഖ്യം ഫലത്തിൽ എല്ലാവരും അത് പുറത്ത് പറഞ്ഞുകൊണ്ട് നടന്നതാണ്. അതായത് അവിടെ BJP-ക്ക് സ്ഥാനാർത്ഥിയില്ല, BJP-യുടെ പിന്തുണയുള്ള RSS അംഗീകരിക്കുന്ന ഡോക്ടർ മാധവൻകുട്ടിയെ നിർത്തുന്നു, അവർക്ക് കോൺഗ്രസും മുസ്ലിം ലീഗും വോട്ട് ചെയ്യുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പിന് സമ്മതിദായകർക്ക്, കേരളത്തിലെ പൊതുസമൂഹത്തിന് അത് അറിയാമായിരുന്നു അത് ഒരു കച്ചവടമാണെന്ന്, അല്ലെങ്കിൽ കച്ചവടമോ ഒരു തത്വദീക്ഷ ഇല്ലാത്ത ഒരു രാഷ്ട്രീയം ഒരു അടവാണെന്ന്. പക്ഷെ ഇന്ന് ഇതാരും വ്യക്തമായി ഇത്തരത്തിലുള്ള ഒരു അടവ് നയം പറയുന്നില്ല. എന്നാൽ പല മണ്ഡലങ്ങളിലും അത് വ്യാപകമായി സംശയിക്കപ്പെടുന്നു. അതിന്റെ പ്രധാന കാരണം BJP കേരള രാഷ്ട്രീയത്തിൽ ഒരു മൂന്നാം കക്ഷിയായി ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് താങ്കൾ ഇപ്പോൾ ഉന്നയിച്ച ഈ ഡീലുകൾ. അതായത് ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. കേരളത്തിന്റെ പൊതു രാഷ്ട്രീയത്തിൽ, അതായത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പോലും അധികാരത്തിന്റെ പ്രയോഗത്തിൽ ഒരു സർക്കാരിനെ കൊണ്ടും രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടും ഏറ്റവും മോശമായ രീതിയിൽ ഡീലുകൾ ചെയ്യിപ്പിക്കുന്നതും നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. മുതലാളിമാർ തമ്മിലുള്ള തർക്കം ഡീൽ ചെയ്യുന്നത് രാഷ്ട്രീയ നേതാവ്, അത് സെറ്റിൽ ചെയ്യുന്നത് മന്ത്രിമാർ. ഇത്തരത്തിലുള്ള വളരെ ദുഷിച്ച ഒരു രാഷ്ട്രീയ സംസ്കാരം കേരളത്തിൽ ഡീലിങ്ങിന്റെയും സെറ്റിൽമെന്റിന്റെയും വളരെ അഴുക്ക് പിടിച്ച ഒരു സംസ്കാരം കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഉണ്ട്. ഇത് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ രഹസ്യമായി നടക്കുന്നു എന്നുള്ള വ്യാപകമായ ആരോപണമുണ്ട്. അത്തരം സംശയങ്ങൾക്ക് ന്യായമുണ്ടെന്നു കൂടിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്. കോൺഗ്രസ് പറയുവാണ് BJP-യും CPM-ഉം തമ്മിൽ ഡീൽ, അതായത് ദേശീയമായി BJP-യെ മുച്ചൂടും എതിർക്കുന്ന ഒരു പാർട്ടിയാണ് CPM. ഇന്ത്യ ബ്ലോക്കിന്റെ നടത്തിപ്പുകാർ തന്നെയായിരുന്നു സീതാറാം യെച്ചൂരി ജീവിക്കുമ്പോൾ. ഓക്കെ, അപ്പം കോൺഗ്രസിന് അങ്ങനെ ഒരു തോന്നലുണ്ടാവുക. തിരിച്ച് BJP പറയുന്നു CPM-ഉം
അത് അവരുടെ ഒരു നേരത്തെ ഉണ്ട്. ഡൽഹി എന്താണ് കേരളത്തിൽ നിങ്ങൾ ശത്രുക്കളാണ്, പക്ഷേ ഡൽഹിയിൽ നിങ്ങൾ സുഹൃത്തുക്കളാണ്. അപ്പൊ ഈ ഒരു കോൺട്രാഡിക്ഷൻ കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യമല്ലേ സർ കാണിക്കുന്നത്? ഇത് എനിക്ക് ഒരു കാര്യം പറയാനുള്ള ഒരു കാര്യം സന്തോഷമുണ്ട്. കാരണം കോൺഗ്രസും CPM-ഉം ഒരുമിച്ച് BJP എവിടെയെങ്കിലും തോൽപ്പിക്കുന്നുവെന്ന് ആരും പറയുന്നില്ല. BJP അങ്ങനെ ഒരു തർക്കത്തിന് വേണ്ടി പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസും CPM-ഉം ഒരുമിച്ച് അവർ ദേശീയ തലത്തിൽ നേരിടുന്ന BJP-യെ കേരളത്തിൽ അവർ ഒരുമിച്ച് സഹകരിച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു ആരോപണം പോലും ഗൗരവത്തിലില്ല എന്നുള്ളത് നമുക്ക് സന്തോഷകരമായ കാര്യമാണ്. കാരണം ഇനി അങ്ങനെ നമ്മൾ സന്തോഷകരം വെച്ചാൽ ദുഃഖകരമാണ്, സന്തോഷകരമല്ല, വസ്തുതയിൽ അത് വിഷമമാണ്. ഒരുപക്ഷെ കേരളത്തിൽ പല സ്ഥലത്തും കോൺഗ്രസും CPM-ഉം ഒരുമിച്ച് നിന്നുകൊണ്ട് BJP-യുടെ ആപത്തിനെ തടയേണ്ട മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. എന്നാൽ അതവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ജനാധിപത്യ വിശ്വാസികളുടെയും മതനിരപേക്ഷ വിശ്വാസികളെയും ചെറിയാനെയും എന്നെ പോലെയും ഉള്ളവരുടെ വിഷമം. നിരവധി ഉദാഹരണങ്ങൾ ഞാൻ പറയാം. പാലക്കാട്, മഞ്ചേശ്വരം, നേമം, ഇതെല്ലാം യഥാർത്ഥത്തിൽ ദേശീയ തലത്തിലെ ഇന്ത്യ ബ്ലോക്കിന്റെ രാഷ്ട്രീയ നിലപാടുകൾ എടുത്തുകൊണ്ട് BJP-യെയും അല്ലെങ്കിൽ RSS-ന്റെയും BJP-യെയും സ്ഥാനാർത്ഥികളെ കെട്ടിക്കാൻ, ഒറ്റപ്പെടുത്തി കെട്ടിക്കാൻ ഒരു പക്ഷേ കേരളത്തിലെ രണ്ട് മുന്നണികളും ഒന്ന് വിചാരിച്ചാൽ, ഒന്ന് കണ്ണടച്ചാൽ ഒരു 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 കൈമാറ്റത്തിന്റെ ഒരു ധാരണയുണ്ടാക്കിയാൽ കഴിയും. ഇത് ചെയ്യുന്നില്ല. അതാണ് യഥാർത്ഥത്തിലെ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ദുരന്തം കേരളത്തിൽ. CPM-ഉം കോൺഗ്രസിനും കൈകോർത്തുകൊണ്ട് പരസ്യമായോ അല്ലെങ്കിൽ അലിഖിതമായോ അനൗദ്യോഗികമായോ BJP-ക്ക് ഒരു സീറ്റും ഇവിടെ കൊടുക്കുകയില്ല എന്ന് തീരുമാനിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിന്റെ വലിയ ഒരു വൈപരീത്യം, ഒരു ദുരന്തം. കാരണം ഞാൻ പറയാം, പാലക്കാട് CPM 3-ാം സ്ഥാനത്താണ്, വളരെ പുറകിലുള്ള 3-ാം സ്ഥാനത്താണ്. ഒരു പക്ഷേ UDF-നും LDF-നും സ്വീകാര്യനായ ഒരു ജനാധിപത്യ സ്വതന്ത്രനെ അവിടെ വച്ചിരുന്നെങ്കിൽ അവിടെ ഈ പറയുന്ന പോലെ BJP-ക്ക് കെട്ടിക്കാമായിരുന്നു. ഇതേപോലെ മഞ്ചേശ്വരത്ത് CPIM-നും കോൺഗ്രസിനും അല്ലെങ്കിൽ UDF-നും LDF-നും സ്വീകാര്യനായ ഒരു പൊതു സ്വതന്ത്രൻ, ഒരു ജനാധിപത്യ മതനിരപേക്ഷവാദി നിർത്തിയിരുന്നെങ്കിൽ അവിടെ സുരേന്ദ്രൻ ജയിക്കുകയില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാമായിരുന്നു. ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലെ ജനങ്ങളോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനി അങ്ങനെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ BJP-യെ തോൽപ്പിക്കാനായി ഈ രണ്ട് മുന്നണികളും സഹകരിച്ചാൽ അത് മറ്റിടത്ത് ബാധിക്കുമെന്നുള്ള ഭയം ഈ രണ്ട് പാർട്ടികളും ഈ രണ്ട് മുന്നണികളും അത് അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഉന്നയിക്കുന്നതാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം മനസ്സിലാക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അനൗദ്യോഗികമായി പലപ്പോഴും CPM-ന്റെ വോട്ടുകൾ അവസാന നിമിഷം മതനിരപേക്ഷ സ്ഥാനാർത്ഥിക്ക് മറിച്ചു കൊടുക്കുന്ന ഒരു യാഥാർത്ഥ്യവും കേരളത്തിൽ നിലവിലുണ്ട്. ശശി തരൂരിനെ ജയിപ്പിക്കാനായി അവസാന നിമിഷം ചില ബൂത്തുകളിൽ ഇടതുപക്ഷ പ്രവർത്തകർ അവർ ശശി തരൂർ നോട്ട് ചെയ്യുന്നു BJP-യെ ജയിപ്പിക്കാതിരിക്കാൻ. മഞ്ചേശ്വരത്ത് നിരവധി തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്ന വോട്ടർമാർ തങ്ങൾ ജയിച്ചില്ലെങ്കിലും കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ചരിത്രം കേരളത്തിലുണ്ട്. അത് പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ട് ഇവിടുത്തെ BJP വിരുദ്ധ രാഷ്ട്രീയ മുന്നണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു തെറ്റ്, കേരളത്തിലെ ജനങ്ങളുടെ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തെ കുറച്ച് കാണിച്ചുകൊണ്ട് തങ്ങൾ തമ്മിലുള്ള യുദ്ധം വളരെ കേരളത്തിൽ CPM-ഉം കോൺഗ്രസും തമ്മിൽ അല്ലെങ്കിൽ UDF-ഉം LDF-ഉം തമ്മിലുള്ള യുദ്ധമാണ് പരമപ്രധാനം. BJP-ക്ക് ഒരു സീറ്റ് കിട്ടിയാലും 2 സീറ്റ് കിട്ടിയാലും ഇനി 5 സീറ്റ് കിട്ടിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. കോൺഗ്രസിനെ തോൽപ്പിക്കലാണ് പ്രധാനം, CPM-നെ തോൽപ്പിക്കലാണ് പ്രധാനം എന്ന രാഷ്ട്രീയം കേരളത്തിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടു നടക്കുകയാണ്. അതിന് ഇന്ത്യയിലെ ജനാധിപത്യം വലിയ വില കൊടുക്കേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിൽ. അവിടെയാണ് സർ ഈ ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മളുടെ കേരളത്തിലെ രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയമായി ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല. രണ്ട് ഗ്രൂപ്പുകളും ഇന്ത്യ ബ്ലോക്കിൽ ഡൽഹിയിലെ BJP-യോട് രാഷ്ട്രീയമായി യുദ്ധം ചെയ്യുന്ന രണ്ട് പാർട്ടികൾ കേരളത്തിൽ അന്യോന്യം യുദ്ധം ചെയ്യുന്നു.
ഈ ഒരു കോൺട്രാഡിക്ഷൻ കേരളത്തിന്റെ അതായത് ദേശീയ ബോധമില്ലാത്തതാണോ അതോ വെറും അധികാര രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനം മാത്രം? ചെറിയ ക്ഷമിക്കണം, എന്റെ അഭിപ്രായത്തിൽ തിഹാർ ജയിലിൽ മോഡിയുടെ സർക്കാർ KC വേണുഗോപാലിനെയും MA ബേബിയെയും ഒരുമിച്ച് തിഹാർ ജയിലിൽ ഇടുമ്പോൾ ഈ രണ്ടുപേരെയും ഒരേ സമയത്ത് ഒരു ജയിൽവാസത്തിന്റെ സമയത്ത് ഈ മുന്നണി രൂപപ്പെടുക തന്നെ ചെയ്യും. കാരണം ഇത്തരത്തിൽ പോയാൽ കേരളത്തിൽ എത്ര സീറ്റ് കിട്ടുന്നു എന്നുള്ളതല്ല, ഒരു തെരഞ്ഞെടുപ്പ് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അത്രയും സീറ്റുകൾ BJP കിട്ടുന്ന നിമിഷം, ഞാൻ പറയുന്നത് ഈ 140 സീറ്റിൽ 5ഓ 10ഓ സീറ്റുകൾ BJP ശരിയായ വഴിക്കും കുറുക്കു വഴിക്കും നേടിയെടുത്ത് ഇവിടെ ആര് ഭരിക്കണമെന്നുള്ളത് BJP തീരുമാനിക്കുമെന്നൊരു അവസ്ഥ വന്നാൽ ഈ പറയുന്ന സതീശനും പിണറായിയും ഒരുമിക്കുക തന്നെ വേണ്ടി വരും. അല്ലാതെ എവിടെ പോവാൻ? അല്ലെങ്കിൽ BJPയുടെ പിന്തുണയോടുകൂടി ഇവിടെ സർക്കാർ ഉണ്ടാക്കി ഭരിക്കാമെന്ന് ഇടതുപക്ഷമോ കോൺഗ്രസോ കരുതുന്നുണ്ടോ? ഈ കണ്ണടച്ചിരുട്ടാക്കി ജനങ്ങളുടെ ജനാധിപത്യത്തെ ബോധത്തെ താഴ്ത്തിക്കെട്ടി ഈ പരസ്പരം കളിച്ചുകൊണ്ടിരിക്കുന്ന നാടകം ശത്രു, അതായത് RSS BJP വരും ദിവസങ്ങളിലല്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ 10 സീറ്റ് BJPക്ക് ഒരിക്കലും കിട്ടുകയില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു. പക്ഷേ ഈ അപകടമാണ് ഈ ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികൾ 2 മുന്നണികളിലായി ചിഹ്നമായി കിടക്കുന്ന കേരളത്തിൽ അതിവേഗം ഒരു BJPയെ സഹായിക്കാത്ത വിധത്തിലുള്ള രാഷ്ട്രീയ ധാരണകൾ ഈ 2 മുന്നണികളും സ്വീകരിക്കണം എന്നുള്ളതിന്റെ മുന്നറിയിപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പുകൾ.